നമസ്കാരം. യൂണിക് സെക്യൂരിറ്റി സിസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് രണ്ട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. ഹിക്വിഷൻ്റെ DVR എങ്ങനെയാണ് അൺബൈൻഡ് ചെയ്യുന്നതെന്ന്. അൺബൈൻഡ് എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം മറ്റ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹിക്വിഷൻ ഒരു പ്രത്യേകതയുള്ളത്, നമ്മൾ ഒരു നമ്പർ ഉപയോഗിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൊബൈൽ വ്യൂ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരാൾക്ക് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം യൂസ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡ് അല്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ആ മെയിൽ ID ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് പുതിയൊരാൾക്ക് വ്യൂ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ചില സമയത്ത് സർവീസിന് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് ഹാൻഡ് പഴയ DVR വേറൊരാൾക്ക് കൊടുക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും ഈ DVR അൺബൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അൺബൈൻഡ് എന്ന് പറയുന്ന വേർഡ് മീനിങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിൽ IDയിൽ നിന്നും അതിനെ റിക്കവർ ചെയ്ത് നമുക്ക് പുതിയൊരു മെയിൽ IDയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് അൺബൈൻഡ് എന്ന് പറയുന്നത്. CP+നും ദഹുവയ്ക്കും മറ്റ് ബ്രാൻഡുകൾക്കൊന്നും ഈ ഒരു പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. നമ്മൾ DVRൽ ഇൻ്റർനെറ്റ് കൊടുത്ത് യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വ്യൂ എടുക്കാവുന്നതാണ്. പക്ഷേ ഹിക്വിഷനെ അൺബൈൻഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു DVR അൺബൈൻഡ് ചെയ്യുന്നതെന്നുള്ളൊരു ലൈവ് വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് കാണുക. SADP എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ്, ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് DVR അൺബൈൻഡ് ചെയ്യുന്നത്. അൺബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ SADP ടൂള് വഴി ഇത് അൺബൈൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് DVRും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പും സെയിം നെറ്റ്വർക്കിലായിരിക്കണം. അതായത് DVR, ചുരുക്കം പറഞ്ഞാൽ DVR നമ്മുടെ അടുത്തുണ്ടായിരിക്കണം. ഫിസിക്കലി DVR നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺബൈൻഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. കുറച്ച് നാൾ മുന്നേ വരെ സീരിയൽ നമ്പർ നമ്മൾ കമ്പനിയിൽ അയച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് അൺബൈൻഡ് ചെയ്ത് തരുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അവരും പറയുന്നത് SADP ടൂൾ ഉപയോഗിച്ച് അൺബൈൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ SADP ടൂൾ ഉപയോഗിച്ച് എങ്ങനെയാണ് അൺബൈൻഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ലൈവ് വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. കമ്പ്യൂട്ടറിലെ SADP ടൂള് ഇൻസ്റ്റാൾ ചെയ്യുക. SADP ടൂള് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം DVRനെ ആ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്കിൽ തന്നെ കണക്ട് ചെയ്യുക. SADP ടൂള് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ DVRൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ നമ്മൾ ആ DVRനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേര് എന്ന് പറയുന്നത് അൺബൈൻഡിങ് ആണ്. അപ്പോൾ ആ DVR സെലക്ട് ചെയ്തതിന് ശേഷം അൺബൈൻഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് അവിടെ ഓപ്പണായി വരുന്നത് കാണാം. അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡാണ്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് DVRൻ്റെ അഡ്മിൻ യൂസർ നെയിമായിട്ടുള്ളതിൽ എന്തു പാസ്വേഡാണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് തന്നെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ വലത് സൈഡിൽ കാണുന്ന ആ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ കൊടുക്കുമ്പോൾ തെറ്റാണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ അൺബൈൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു മെസ്സേജ് കാണാം. ഇങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് DVRനെ അൺബൈൻഡ് ചെയ്യാൻ കഴിയുന്നത്. ഹിക്വിഷൻ്റെ DVR എങ്ങനെയാണ് അൺബൈൻഡ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ ലൈവ് വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് വഴി മെസ്സേജ് അയയ്ക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.